നീ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്ന പണ്ടാറക്കാളി നീ അങ്ങനെ പേര് മാറ്റിയിട്ട് കാണിക്കടി. കോസ്റ്റ്യൂമും എനിക്ക് ഏകദേശം അവര് തന്നെ എടുത്താണ്. നല്ല നല്ല വിലയുള്ള കോസ്റ്റ്യൂം. ലക്ഷങ്ങളുണ്ടോന്ന് അറിയത്തില്ല, എന്നാലും നല്ല വിലയുണ്ട്. തീർച്ചയായിട്ടും സബ് തുടങ്ങിയ പിന്നെ ഞാൻ വളരെ എക്സ്പെൻസീവ്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ എന്ന് പറയുന്നത് പോലത്തെ ഒരു അവസ്ഥയാണ്. കാരണം വേറൊന്നുമില്ല, രേണു സുധിയിലെ സുധിയായിരുന്നു എല്ലാവരുടെയും പ്രശ്നം. അതായത് സുധി മരിച്ചുപോയ കലാകാരനായ സുധിയുടെ ഭാര്യ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിധവ ഇവിടെ നിക്കർ വിട്ട് ഡാൻസ് കളിച്ച് നടക്കുന്നു. അവർ സ്വതന്ത്രമായി ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ എടുത്ത് നാട്ടുകാരെ കാണിച്ച് നടക്കുന്നു. വട കാണിക്കുന്നു, വേറെ കാണിക്കുന്നു, പുറം കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് മൊത്തത്തിലുള്ള വിമർശനം. ഓക്കെ, അത് ആൾക്കാരുടെ വിമർശനമാണ്. പൊതുസമൂഹത്തിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് അതുണ്ട്. എന്നാൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒട്ടും കുറവല്ല. അപ്പം ആ ഒരു പേരിലാണ് എല്ലാവരും പറയുന്നത്, നീ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്ന പണ്ടാറക്കാളി നീ അങ്ങനെ പേര് മാറ്റിയിട്ട് കാണിക്കടി എന്നുള്ള തരത്തിലായിരുന്നു സംസാരം. അതായത് പുള്ളിക്കാരൻ്റെ സുധിയുടെ പേര് മാറ്റിയിട്ട് നീ എന്ത് വേണോ കാണിച്ചോ, നീ സുധിയുടെ വിധവ എന്ന് പറഞ്ഞുകൊണ്ട് നീ ഒന്നും കാണിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നീ വേറെ പല പേരുകളിലൊക്കെയാണ് പുള്ളിക്കാരത്തി അത് കാരണം വിളിച്ചേക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി ആ ഒരു കാര്യത്തിൽ ഒരു മാറ്റം വരുത്തിയിരിക്കുകയാണ്. ആരാധകരെ സന്തോഷിപ്പിൻ, ആഹ്ലാദിപ്പിൻ, കൈകൾ ഉയർത്തി അടിക്കൂ. അതായത് വെരിഫിക്കേഷൻ കിട്ടിയപ്പോൾ പേരും മാറി. ഇനി രേണു സുധി അല്ല, രേഷ്മ പി തങ്കച്ചൻ. അഥവാ രേഷ്മ, രേണു സുധി എന്നുള്ള കാര്യം രേഷ്മ പി തങ്കച്ചനായി മാറിയിട്ടുണ്ട്. അപ്പം ആ വെരിഫിക്കേഷൻ ബാഡ്ജിലൂടെ അവരുടെ ആ ഒരു സംഭവം. ഇനി അടുത്ത് രേണു സുധി ഇട്ടേക്കുന്ന ആ ഒരു പോസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആ സബ്സ്ക്രിപ്ഷൻ രേഷ്മ പി തങ്കച്ചൻ എന്നുള്ളൊരിതും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ബട്ട് അവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പരിഹാസങ്ങൾക്കും ചർച്ചകൾക്കും മറുപടി. ഇൻസ്റ്റഗ്രാമിൽ നീലപ്പൊട്ടുമായി ഇനി രേഷ്മ പി തങ്കച്ചൻ. മലയാളികൾക്ക് പ്രിയങ്കരിയായ രേണു സുധിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ വലിയ മാറ്റങ്ങൾ. ഇത് സംഭവം മെയിൻ സ്ട്രീം ഓൺ മാക്സിൻ്റെ അകത്ത് പുള്ളിക്കാരി ടാഗ് ചെയ്തിരിക്കുകയാണ്. ഞാൻ പുള്ളിക്കാരി തന്നെ എഴുതിയേക്കണം എന്ന് വിചാരിച്ച ഒന്നുകൂടെ വായിക്കാം. പരിഹാസങ്ങൾക്കും ചർച്ചകൾക്കും മറുപടി. ഇൻസ്റ്റഗ്രാമിൽ നീലപ്പൊട്ടുമായി ഇനി രേഷ്മ പി തങ്കച്ചൻ. മലയാളികൾക്ക് പ്രിയങ്കരിയായ രേണു സുധിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ വലിയ മാറ്റങ്ങൾ. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ, എനിക്ക് തോന്നുന്നു വിമർശനത്തിൻ്റെ ഒടുവിലായിരിക്കും, അല്ലെങ്കിൽ അവരെ കാലവരി തൂക്കി അടിക്കും എന്നുള്ള സെറ്റപ്പിൻ്റെ പുറത്തുമായിരിക്കും അല്ലേ. സംഭവം അതൊന്നുമല്ല. ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് നമ്മൾ വെരിഫിക്കേഷൻ്റെ സംഭവത്തിന് അപ്ലൈ ചെയ്ത സമയത്ത് നമ്മൾ ഒറിജിനൽ, നമ്മൾ ID കാർഡിൽ കൊടുക്കുന്ന ഐഡൻറ്റിറ്റിയിൽ റിവീൽ ചെയ്യുമ്പോൾ ഒറിജിനൽ പേര് കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് കിട്ടത്തില്ല. സംഭവം അത് ബ്ലൂ ടിക്ക് കിട്ടണമെങ്കിൽ അങ്ങനെയാണ് പരിപാടി. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ തൻ്റെ അക്കൗണ്ട് ഔദ്യോഗിക അംഗീകാരമായി ബ്ലൂ ടിക്ക് ലഭിച്ചതിനോടൊപ്പം പേരും താരം മാറ്റിയിരിക്കുകയാണ്. രേണു സുധി എന്ന പേരിന് പകരം തൻ്റെ യഥാർത്ഥ നാമമായ രേഷ്മ പി തങ്കച്ചൻ എന്നാണ് താരം ഇപ്പോൾ പ്രൊഫൈലിൽ നൽകിയിരിക്കുന്നത്. നേരത്തെ തൻ്റെ പേരിനെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പരിഹാസങ്ങൾ രേണുവിന് നേരിടേണ്ടി വന്നിരുന്നു. രേണു സുധി എന്നത് യഥാർത്ഥ പേര് അല്ലെന്നും രേഷ്മ പി തങ്കച്ചൻ എന്നാണെന്നും പറഞ്ഞ് പലരും താരത്തെ വിമർശിച്ചിരുന്നു. പ്രത്യേകിച്ചും ബിഗ് ബോസ് മലയാളം സീസൺ 7 എത്തിയ സമയത്ത് ഒരു മത്സരാർത്ഥി താരത്തെ രേഷ്മ പി തങ്കച്ചൻ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തത് വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിമാറുകയും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തത്. അതാരടി ആ ഒരു കണ്ടസ്റ്റന്റ് ഇവരെ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്തിരുന്ന് രേഷ്മ പി തങ്കച്ചൻ എന്ന് വിളിച്ച് അതാരാ? ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ബിഗ് ബോസിൻ്റെ ഈ ലാസ്റ്റ് സീസൺ കണ്ടവർക്കറിയാം. ഞാൻ ബിഗ് ബോസ് സീസൺ അധികം ഈ കഴിഞ്ഞ സീസണാണ് ഏറ്റവും കുറച്ച് സമയങ്ങളിൽ വല്ല ക്ലിപ്പോ വല്ലതും കണ്ടിട്ടുള്ളത്. അല്ലാത്ത മുഴുവൻ സീസൺ കണ്ടിട്ടുണ്ട്. ബട്ട് ലാസ്റ്റ് സീസൺ കാണാൻ തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ്. അതിനകത്ത് ആരാണ് എനിക്കറിയാത്തതുകൊണ്ടാണ്. അറിയുന്നവരെന്നുണ്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അന്ന് ഉയർന്ന ആ പരിഹാസങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഇപ്പോൾ തൻ്റെ ഔദ്യോഗിക പേജിലൂടെ തന്നെ മറുപടി നൽകിയിരിക്കുകയാണ് താരം. അക്കൗണ്ടിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തുന്ന നീലപ്പൊട്ട് സ്വന്തമാക്കിയ വേളയിൽ തന്നെ തൻ്റെ യഥാർത്ഥ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ മാറ്റിയത് ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. പരിഹസിച്ചവർക്ക് മുന്നിൽ അഭിമാനത്തോടെ തൻ്റെ വ്യക്തിത്വം വെളിപ്പെടുത്തിയ രേഷ്മയ്ക്ക് വലിയ പിന്തുണയാണ് ആരാധകർ നൽകിയിരിക്കുന്നത്. ഇനി പിന്തുണയാണോ തെറിവിളിയാണോ എന്ന് കമൻറ്റ് ബോക്സ് തുറന്നു നോക്കട്ടെ. വെരിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഡോക്യുമെൻറ്റിലെ നെയിം തന്നെ വെക്കണം. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് തന്നെയാണ്. മാറ്റിയതല്ല അഡ്മിനെ, ഐഡിയിലെ സെയിം നെയിം പിന്നെ സെൽഫിയിൽ വീഡിയോ, ഇത് രണ്ടും വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ബ്ലൂ ടിക്ക് കൊടുക്കൂ. അത് സത്യമായ കാര്യമാണ്. എല്ലാം സുധിച്ചേട്ടന് വേണ്ടി എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ കല്യാണം കാണുമല്ലോ. അത് കല്യാണം കഴിക്കട്ടെ, അതിനിപ്പോൾ എന്താ പ്രശ്നം? ഒരാൾ വിധവയാണ് അല്ലെങ്കിൽ ഡിവോഴ്സിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ലൈഫ് അതോടെ തീർന്നോ? ഇനി ആ ജീവനാന്ത കാലം ഇനി അയാളെ ഓർത്തങ്ങ് ജീവിച്ച് തീർക്കണമെന്നാണോ? അതെന്ത് ന്യായമാണ്? അതെന്തിൻ്റെ പുറത്താണ്?
അത് പുരുഷന്മാർക്ക് ബാധകമല്ലേ? ഒരു സ്ത്രീ മരണപ്പെട്ടു, തൻ്റെ ഭാര്യയായിരുന്ന വാമഭാഗമായിരുന്ന ആൾ മരണപ്പെട്ടതിന് ശേഷം ഈ ഭർത്താക്കന്മാരെല്ലാം ആയിട്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും മരണം വരെയും തൻ്റെ ഭാര്യയെ മാത്രം ആലോചിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ടോ? ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നത്. ഭാര്യമാരിലും ഉണ്ട്, ഭർത്താക്കന്മാരിലുണ്ട്. അത് അത്രയും പ്യൂർ ആയിട്ടുള്ള സ്നേഹമുള്ള ആൾക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് പ്യൂർ സ്നേഹത്തിന്റെ പേരിൽ കൊണ്ടൊന്നും കെട്ടുന്നില്ല. ചില ആൾക്കാർ അങ്ങനെയാണ്, അവരുടെ മാനസികമായിട്ട് അത്രയും അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്കാർ ഇന്ന് രാവിലെയും കൂടെ ഞാനിന്ന് കണ്ടതേ ഉള്ളൂ. കാഞ്ചനമാല അവരൊരു അമ്പലത്തിന്റെ സൈഡിൽ കൂടെ അവരുടെ ഫാമിലിയിൽപ്പെട്ട 2 പേർ, ഒരു സ്ത്രീയും ഒരു വേറൊരു പെൺകുട്ടിയും കൂടെ ചേർന്ന് അവരെ കൊണ്ടുപോകുന്നത്. അപ്പോഴും മനസ്സിൽ കൂടെ പോയി മുക്കത്തെ പെണ്ണ്, അപ്പൊ അതുപോലെ തോന്നി. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എന്നാൽ അതേപോലെ തന്നെ മാരേജ് എന്നുള്ള സംഭവത്തിൻ്റെ അകത്ത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു നല്ലൊരു ഭാഗം ഇനി ഉള്ള ബഹുഭൂരിപക്ഷം ദിവസങ്ങളും ഇനി എങ്ങനെ ജീവിച്ച് തീർക്കും? തനിക്ക് ഒറ്റപ്പെടൽ തീർത്തും അനുഭവിക്കപ്പെടുന്ന സമയത്ത് ഒരു താങ്ങായിട്ട് ഒരാൾ വേണമെന്ന് ആഗ്രഹിക്കുന്നത് ആണോ പെണ്ണും ആവാം. അവർ അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകണം. അത് ചിലപ്പം പലതരത്തിലാവും. അവരാണ് ചൂസ് ചെയ്യുന്ന ആളുടെ തീരുമാനമാണ്. അത് ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ. അതിനിവിടെ അപ്പോൾ ഉടനെ കല്യാണമൊക്കെ കാണുമല്ലോ എന്ന് ചോദിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. കല്യാണം ഈസ് വെരി പേഴ്സണൽ. അതൊക്കെ ഓരോ വ്യക്തികളുടെ താല്പര്യമാണ്. അതിനകത്ത് നമുക്ക് അഭിപ്രായം പറയാൻ പോലും നമ്മളാരും ആളല്ല. കെട്ടട്ടെ എന്നാലെങ്കിലും സമാധാനം ഉണ്ടാവില്ല. ആർക്ക് ഉണ്ടെങ്കിൽ എന്താ കഴിഞ്ഞ ആർക്ക്? സോ അവർ കല്യാണം കഴിക്കട്ടെ. അവരുടെ പ്രായം എത്രയാണ് മനസ്സിലാക്കിയിടത്തോളം 32 34 വയസ്സ് മാത്രം പ്രായമുള്ളൊരു സ്ത്രീയാണ്. അവരെ ഈ കാണിക്കുന്ന പല കാര്യങ്ങളും ജീവിത പ്രശ്നത്തിൻ്റെ വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അത് പല ആൾക്കാരും ഇപ്പോൾ ഇന്ന് രേണു സുധി എന്നുള്ള സംഭവം ഇപ്പം കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് നമ്മുടെ സുഹൃത്ത് ഈ ഒരു നമ്മുടെ ഈ നിങ്ങൾ പറയുന്ന സോ കോൾഡ് ഓൺലൈൻ മീഡിയ സംഭവത്തിൻ്റെ അകത്ത് നിൽക്കുന്നത്, ഞാൻ അവനോട് സംസാരിച്ചു. അല്ലെങ്കിൽ ഇതെന്താ സംഭവം, ഇതിങ്ങനെ പുള്ളിക്കാരത്തി എവിടെ പോയിരുന്നാലും ഇതൊക്കെ ഇങ്ങനെ ചർച്ചയാവുന്നുള്ള സംഭവം പുള്ളി പറഞ്ഞൊരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അഥവാ ഈ പറഞ്ഞ പല ദിവസങ്ങളിലും പലതരത്തിലുള്ള ഇപ്പം പ്രൊമോഷൻ അഥവാ നമ്മുടെ ഈ സിനിമ മൂവി ഷൂട്ട് അതിൻ്റെ ആഡ് മറ്റേ പ്രൊമോഷൻ പരിപാടികളൊക്കെ ഉണ്ട്. അതൊന്നും കിട്ടാത്ത സമയങ്ങളിൽ പോലും രേണു സുധി വന്നിറങ്ങുന്നതും രേണു സുധിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസും അവരുടെ പ്രൊഫൈലുകളിൽ വൈറലാണ്. അഥവാ അത് കാണാൻ ആൾക്കാരുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരെന്തെങ്കിലും ഒരു ബൈറ്റ് കൊടുത്താലും ഇവരെവിടെ കൂടെയെങ്കിലും നടന്നു പോയാലും ഇവർ ചെറുതായിട്ട് നടന്നു പോയാലും 5 സെക്കൻഡ് 10 സെക്കൻഡുള്ള സംഭവം ഇട്ടാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തും വൈറലാണ്. അത്രയും ട്രമൻഡസ് ആയിട്ടുള്ള വ്യൂസ് കിട്ടുന്നുണ്ട്. പല സെലിബ്രിറ്റീസിനും കിട്ടാത്ത തരത്തിലുള്ള ഒരു പിന്തുണ അത് കിട്ടുന്നുണ്ട്. നെഗറ്റീവ് ഓർ പോസിറ്റീവ്, അതാണ് സംഭവം. റീച്ച് ഭയങ്കരമാണ് അവർക്ക്. അപ്പോൾ അത് പലതരത്തിലുള്ള ചാനലുകളെയും ഓൺലൈൻ ചാനലുകളെയും മാധ്യമങ്ങളെയൊക്കെ നിലനിർത്തുന്നത് പോലും ഇന്ന് രേണു സുധി എന്നുള്ള പേര് ഒരുപാട് ഉപയോഗിച്ചതുകൊണ്ട് അതിനകത്ത് വരുമാനം നേടുന്നുണ്ട്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് എന്തുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ വേണമെങ്കിൽ ചെകഞ്ഞെടുത്തുകൊണ്ട് വരാം. ഇറാൻ യുദ്ധം അല്ലെങ്കിൽ അമേരിക്കയുടെ വാറൊന്നും ചെയ്യാതെ ഇതിനെക്കുറിച്ച് ചെയ്യുന്നത് എന്താ? ഇതിനകത്ത് ആൾക്കാർ കാണാൻ താല്പര്യമുള്ളവരുണ്ട്. അതുകൊണ്ട് ഈ ഒരു സാധനം നെഗറ്റീവ് ഓർ പോസിറ്റീവ് ആൾക്കാർ കാണും. എന്നെ കുറേ തെറി വിളിക്കും, അവരെ കുറേ തെറി വിളിക്കും. അതിനകത്ത് അവർക്ക് കുറേ സമാധാനം കിട്ടും. കുറേ ആൾക്കാർ നല്ല കമൻറ്റ് ചെയ്യും. അതിനുശേഷം അവർക്ക് സമാധാനം കിട്ടണമെങ്കിൽ ഇതെല്ലാവരും ഒരു മണി മാറ്ററാണ്. അവർക്കും പൈസയാണ്, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇത് സാമൂഹികമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് വെരി ഗുഡ്. ഇനി രേണു സുധിയെ വിറ്റ് ജീവിക്കുന്നതെന്ന് പറയില്ലല്ലോ. ജീവിക്ക് രേഷ്മ, അത് ന്യായമായൊരു സംഭവം. തങ്കനറിയുമോ? തങ്കച്ചനെ വെച്ച് ഇനി റീച്ച് ഉണ്ടാക്കുകയും ചേച്ചി തരാമോ? അല്ല, അപ്പോൾ ബ്ലൂ റീൽസ് മേക്കർ എല്ലാം താരമോ? ഓക്കെ, എല്ലാത്തിനും വഴിയൊരുക്കി കൊടുക്കുന്ന മലയാളികൾ പൊളിയല്ലേ? എന്തുവാടേ ഇതിന് മാത്രം അവരിനി എല്ലാവരും അവരെ ആരോപിച്ചിരുന്ന ഒരു കുറ്റം അവരുടെ പേരിൽ സുധി എന്നുള്ള ഒരു പേരിന് വാലാണ്. ആ ഒരു പേര് മാറ്റിക്കൊണ്ട് നീ എന്ത് തേങ്ങാക്കൊലമാണ് കാണിച്ചു. ഇനി അവർ രേഷ്മ പി തങ്കച്ചനിലേക്ക് മാറി. അതിനുശേഷം അവരെ പബ്ലിക് മീഡിയയും മറ്റുള്ള കാര്യങ്ങളും ഇപ്പോൾ പറയുന്ന ഒരാളെങ്കിലും സോഷ്യൽ മീഡിയക്കകത്ത് ഇനി ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് അടക്കം എല്ലാ സ്ഥലങ്ങളിലും രേഷ്മ പി തങ്കച്ചൻ എന്നുള്ള ഇവർ പേര് മാറ്റി. നിങ്ങൾ ശ്രദ്ധിക്കണം, പേര് മാറ്റി. ഈ വരുന്ന വീഡിയോസിൽ രേണു സുധി എന്ന് കാണത്തില്ലെന്ന് നിങ്ങൾ പറയുമോ? രേണു സുധി എന്ന് തന്നെയായിരിക്കും അവർ ഉപയോഗിക്കുന്നത്. കാരണം രേണു സുധി എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ നെയിം ഇൻസ്റ്റഗ്രാം, മെറ്റ, ഫേസ്ബുക്ക്, മെറ്റ ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റ എന്തായിക്കോട്ടെ, സോഷ്യൽ മീഡിയക്കകത്ത് രേണു സുധി എന്നുള്ള പേരാണ്. അതിനാണ് റീച്ച്. അതുകൊണ്ട് ഒരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഈ പറയുന്ന രേണു സുധിയുടെ കോണ്ടന്റ് ചെയ്യുന്ന സമയത്ത് രേഷ്മ പി തങ്കച്ചൻ എന്ന് പറഞ്ഞുകൊണ്ട് രേണു സുധി എന്ന് ഉപയോഗിക്കാതെ വീഡിയോ ചെയ്തില്ല. അത് ഞാൻ ഉറപ്പിച്ച് പറയാം, ഈവൻ ഞാൻ പോലും. കാരണം രേണു സുധി എന്നുള്ള സാധനത്തിനാണ് മാർക്കറ്റ്. അത് തന്നെയാണ് ഇനി വിൽക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതുകൊണ്ട് അവരുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെന്നേ. രാവിലെ അവരെ കുഞ്ഞുങ്ങളായിട്ടൊക്കെ പോകുന്നതും കുഞ്ഞുങ്ങളെ വീഡിയോയിൽ കാണിക്കുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ആ കൊച്ചു കുഞ്ഞാണ്. അതിനെ ഒന്ന് വീഡിയോ ഇട്ട് കാണിച്ചിട്ട് ഓക്കെ, അവരുടെ വ്യക്തിപരമായ താല്പര്യം പക്ഷെ ഞാനത് കാണിക്കത്തില്ല. എനിക്ക് താല്പര്യമില്ല. അത് കൊച്ചു കുട്ടിയാണ്, പറക്കം പറ്റാത്ത എനിക്കുണ്ട് കുഞ്ഞ്. രേണു സുധിയുടെ പട്ടിയോ? ഓ പെട്ടിയോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ചേട്ടന്റെ പെട്ടിയാണോ? ഇവരിന്ന് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്നില്ല. ഇന്നത്തെ നോക്കിക്കും, ഇന്നത്തെ മൊത്തം കൊട്ടിക്കലാശി ഈ ഡ്രസ്സിനായിരിക്കും. അവരത് റെഡ് ഇതിനെന്ത് പറയും, എന്ത് പേര് പറയും? റെഡ് സ്കർട്ടോ,
ഇല്ലേ, ഷോർട്സോ എന്ത്, എനിക്ക് ഇതിൻ്റെയൊക്കെ പേരറിയത്തില്ല. എന്താണ് ഈ ഇട്ടേക്കുന്ന സാധനം, അത് എന്താ, അതിന് പ്രത്യേകിച്ച് പേരല്ലുണ്ട് ഇപ്പം ഇട്ടേക്കുന്ന ഡ്രസ്സിന്. ആ ടൈപ്പ് ഡ്രസ്സ് ഇന്ന് ഇവർക്ക് തെരുവിൽ കിട്ടും. വായിക്കോ, അത് ഉപയോഗിച്ചാ സൂചന്റെ പെട്ടി ഉപേക്ഷിച്ചില്ല. അതിന്റെ ഈ ഇതില്ലേ വീല് രണ്ടും പോയി, പൊട്ടിപ്പൊളിഞ്ഞു പോയി. അതെനിക്ക് ഇങ്ങനെ വലിക്കാൻ പറ്റത്തില്ല. അത് ഓർമ്മയ്ക്കായിട്ട് ഞാൻ വെച്ചു. ഇങ്ങനെ കളിച്ചോ, അതല്ലേ വലിയ പുതിയ പെട്ടി. ദുബായിന്ന് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന പുതിയ പെട്ടി അവിടെ കളഞ്ഞിട്ടല്ലേ ഞാൻ സൂചന്റെ പെട്ടി കൊണ്ടുവന്നത്. ദുബായിന്ന് കൊണ്ടുവന്നു, ദുബായിന്ന് മേടിച്ചു. അതെനിക്ക് അറിയില്ല. സ്മിത ചേച്ചിയൊക്കെ അന്ന് ഞാൻ ഇനോഗ്രേഷൻ പോയപ്പോൾ മേടിച്ചു ഒരു ബ്ലൂ കളറിലെ പെട്ടി. രേണുസുതി ഭയങ്കര സംസാരത്തിലൊക്കെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റം വന്നേക്കുന്നത്. രേണുസുതി പണ്ടത്തെ പോലെ ചാടിക്കുള്ള വർത്താനൊന്നും ഞാൻ കാണുന്നില്ല ഇപ്പം. എന്തിന്റെ സംഭവമാണെന്ന് അറിയത്തില്ല. മേ ബി ഒരുപാട് മാറ്റം വന്നു കാണുന്നതിലും മൊത്തത്തിലും പെരുമാറ്റത്തിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഒരല്പം ഇപ്പം പല ആൾക്കാർ ഫേസ് യോഗ മറ്റുള്ള പല പരിപാടികളും ചെയ്ത് നമ്മുടെ ഈ ഭാഗം ഇങ്ങനെ എന്താണ് ഉണങ്ങിയിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പരിപാടികളൊക്കെ ഇപ്പം വ്യാപകമായിട്ട് കാണും. പക്ഷേ ഇവർക്ക് ഇപ്പം നാച്ചുറലായിട്ട് തന്നെ ഇതൊക്കെ ഉണ്ട്. പല ആൾക്കാർ ശരീരത്തിന് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പൈസ കൊടുക്കുന്നു, പണിയെടുക്കുന്നു. അവർ നാച്ചുറലി തന്നെ ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ പേരുകളൊക്കെ വിളിക്കുന്നുണ്ട്. ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കട്ടെ. ഞാൻ ആരുടെ പെട്ടി കിടന്ന നിങ്ങൾക്കൊക്കെ എന്താ ചോദിച്ചാൽ പോരെ ചേച്ചി, എല്ലാത്തിനും മറുപടി കൊടുക്കെ ലാസ്റ്റ് ഇങ്ങയുടെ തലയിൽ തന്നെ കുറ്റം വരും. അവരിപ്പോൾ പറഞ്ഞ ന്യായമായ മറുപടിയാണെന്ന്. ചോദ്യം കേട്ടാൽ തന്നെ അറിഞ്ഞുകൂടെ, കളിയാക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. വേറെ ആരോടും ഇതൊക്കെ വാങ്ങിച്ചു തന്നതാ, ഏത് വീട്ടിലാണ് ഇതൊന്നും അമ്മമാർക്ക് ചോദിക്കുന്നില്ലല്ലോ. ആരുമില്ലേ കമൻറ്റ് ബോക്സിൽ? എന്ത് പറയാനല്ലേ, എന്ത് പറഞ്ഞാലും പിന്നെ ശങ്കരൻ തെങ്ങുമ്പോൾ തന്നെന്നോ. ഓൺലൈൻ മീഡിയകളാണോ ഇതിനെ വളർത്തുന്നത്? മീഡിയകളോട് ഒരു കാര്യം എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് മേടിച്ച് പൊക്കും. അല്ലാതെ നയൻതാരയെ പോലെ ഉണ്ടെന്ന് തള്ളിവിടുന്നത് മീഡിയകളുടെ ഉള്ളിലെ വൈരാഗ്യം വെച്ചിട്ടാണോ? ഇപ്പോൾ ആണ് ശരിയായ തങ്കച്ചൻ ചേട്ടൻ്റെ മോള് രേഷ്മ പി തങ്കച്ചൻ്റെ ആ വരവ്. അവരെങ്ങനെയും ജീവിച്ചോട്ടെ, നമ്മളാരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ. താല്പര്യം ഇല്ലെങ്കിൽ അങ്ങ് സ്ക്രോൾ ചെയ്ത് വിട്ടുകൂടെ, ന്യായം. വേറെ പണികളൊന്നുമില്ലേ, ഇരുന്നോളും എല്ലാം കൂടെ. നയൻതാര ഇത് കാണട്ടെ. നയൻതാര എന്നൊക്കെ എവിടെ പറഞ്ഞിരിക്കുന്നു? നയൻതാര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എവിടെ? നയൻതാരയെ പോലെ, ഞാൻ ക്യാപ്ഷനിൽ ഇപ്പോൾ ശ്രദ്ധിച്ച്, നയൻതാരയെ പോലെ സുന്ദരിയായി രേണുസുതി പാശ്ചാത്യ ലുക്കിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പറന്നിറങ്ങിയപ്പോൾ. സത്യം പറഞ്ഞ് ട്രോളുകളൊക്കെ കിട്ടുന്നത് ഈ സാധനം വഴിയൊക്കെ തന്നെ കേട്ടോ, സംശയമൊന്നും വേണ്ട. വേറെ ഉണ്ടോ ഇതുപോലെ തന്നെ? അത് ഇവരെ ടാഗ് ചെയ്തിട്ടുണ്ട്. ഇതെന്തോ ഇരിക്കുന്നത്? കോസ്റ്റ്യൂമും എനിക്ക് ഏകദേശം അവര് തന്നെ എടുത്താണ്. നല്ല നല്ല വിലയുള്ള കോസ്റ്റ്യൂം. ലക്ഷങ്ങളുണ്ടോന്ന് അറിയത്തില്ല, എന്നാലും നല്ല വിലയുണ്ട്. തീർച്ചയായിട്ടും സബ് തുടങ്ങിയ പിന്നെ ഞാൻ വളരെ എക്സ്പെൻസീവ് ജീവിക്കട്ടെ, എനിക്കത്രയും പറയാനുള്ളൂ. സത്യം പറഞ്ഞ് ഇത് കാണുമ്പോൾ അവർക്ക് ചിരി വരുന്നു, അതുപോലെ ഇത് കാണുന്നത് എനിക്ക് ചിരി വരുന്നുണ്ട്. ഞാൻ അവരെ അപമാനിച്ചിട്ടോ കളിയാക്കിയിട്ടൊന്നുമല്ല. സത്യം പറഞ്ഞാൽ കുറച്ച് നാളിന് മുമ്പ് ഇവർ പല പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വന്ന് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന സംഭവത്തിൻ്റെ അകത്തുനിന്ന് ഒരുപാട് മിതത്വം വന്നു, ഒരു ഇരുത്തം വന്നതുപോലെ സംസാരിക്കുന്നു. അതിലെനിക്ക് സത്യം പറഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഇന്നിപ്പം സബ്സ്ക്രിപ്ഷൻ്റെ സംഭവങ്ങളും മറ്റുള്ള കാര്യങ്ങളും സബ്സ്ക്രിപ്ഷൻ്റെ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതാണ് ഈ കാലൊക്കെ കാണിച്ചെന്നൊരു ഡൗട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. ഈ സബ്സ്ക്രിപ്ഷൻ്റെ സംഭവങ്ങളുടെ അകത്ത് വരുന്ന മിക്ക ഞരമ്പന്മാർക്കും ഒരാളുടെ, ഞാൻ പറയുന്നത് ശരിയല്ല, എൻ്റെ കുറേ കൊച്ചു പിള്ളേരും കാണുന്ന ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രൈവറ്റ് പാർട്ടെന്നല്ല, അതിനപ്പുറത്തേക്ക് ശരീരത്തിൻ്റെ ഇങ്ങനെ തിരിഞ്ഞാൽ ഇവിടെ, ഇങ്ങനെ പൊക്കിയാൽ ഇവിടെ, അങ്ങനെ പല സ്ഥലങ്ങളും അതൊക്കെ കാണുന്നത് പോലെ അവർക്ക് കാല്, കൈ, ഈ വിരല്, എന്തൊക്കെയാണ് ഇവരുടെ ഒരു സംഭവം. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. സോ അതുകൊണ്ടാണോ എന്തോ കാലൊക്കെ ആദ്യമേ ഇങ്ങ് കാണിച്ചേക്കുന്നത്. രേണുസുതി എന്താണിത്? ജീവിക്കട്ടെ. ഇതെന്തോ സംഭവം? ഇംപ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തോ രേണു? ഇംപ്ലാന്റ് അലൈനേഴ്സ് എവിടെ പോയി? എടുത്ത് വെച്ചേക്കുവാ. ലൈറ്റ് ഇരുന്ന് എന്തെങ്കിലും വെള്ളമോ എന്തെങ്കിലും ജ്യൂസ് കുടിക്കണേ അലൈനർ വേണ്ടല്ലോ. ഇംപ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തോ രേണു? ഇംപ്ലാന്റ് എന്ന് പറഞ്ഞ സാധനം എന്തോ ഈ സംഭവം? ഇംപ്ലാന്റ് നമ്മുടെ പല്ല് വയ്ക്കുന്നതിനുള്ളതോ? ഇംപ്ലാന്റ് ഇതാ താഴെ ഒരു സാധനം കൊടുത്തേക്കുന്നു. സീരിയസ്ലി എനിക്ക് അറിയാത്തതുകൊണ്ട് കേട്ടോ, നമ്മൾ എല്ലാത്തിലും അറിവുള്ളവരല്ലോ. ഇംപ്ലാന്റ് 50K, എൻ്റെ അമ്മോ, ഇതൊക്കെ എങ്ങനെ? ഓക്കെ, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വെറുതെ ആധികാരികത പറഞ്ഞ് ഇനി വലിയ വണ്ടത്തനം വിളിച്ച് പറയുന്നില്ല. എനിക്ക് അറിഞ്ഞൂടാ, അറിയാമെന്നുള്ളൊരു കമൻറ്റ്. ഇതെന്ത് സംഭവം? ഓക്കെ, ഇതെന്തോ സംഭവം? രേഷ്മ പി തങ്കച്ചൻ 387K ഫോളോവേഴ്സ്, പ്രൊഫഷണൽ ഡാഷ്ബോർഡ്, 14 കോടി വ്യൂസ് ലാസ്റ്റ് 30 ഡേയ്സ്, 3.25 കോടി, 4 കോടിക്കകത്ത് ജനങ്ങളുള്ള മലയാളികളുള്ള കേരളം. ഒരു മാസം കൊണ്ട് രേണുസുതിയുടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൻ്റെ അകത്ത് അവരുടെ റീച്ച് നോക്കണം. 14 CR, 14 കോടി അല്ലേ? 14 കോടി അഥവാ 14 കോടി എന്ന് പറയുമ്പോഴേക്ക് 140 മില്യണോടെ അല്ലേ? 1 മില്യൺ 10 ലക്ഷം. ഓക്കെ, 10
ഓക്കെ 14 കോടി അതിപ്പം അങ്ങനെയാണ്. ആലോചിച്ച് നോക്ക്, എന്തൊരു റീച്ച് ആണെന്ന് നോക്ക്. ഇപ്പം ചുമ്മാ പറയുന്നതല്ല, സംഭവം ഉള്ളതാട്ടോ. വെരിഫിക്കേഷൻ കിട്ടിയപ്പോൾ പേര് മാറി, ഇനി രേണുസുതി അല്ല രേഷ്മ. അത് അവർ തന്നെ പറഞ്ഞു. ഭക്ഷണം കഴിക്കുന്നില്ല. ഇതെന്താ സംഭവം? കേരളം ചുവക്കട്ട ലാൽസല നടക്കാൻ പോവാണ് അല്ല, ഇലക്ഷൻ നടക്കാൻ പോവാണ്. രേണുവിന്റെ കാഴ്ചപ്പാടിൽ ആരായിരിക്കും വീണ്ടും വരാൻ പോകുന്നത്? എന്റെ കാഴ്ചപ്പാടിലും എന്റെ ആഗ്രഹവും നമ്മുടെ ഇപ്പോഴത്തെ ഈ ഭരണാധികാരികൾ തന്നെ വരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ ചെറുപ്പം തൊട്ടേ LDF അനുഭാവിയാണ്. ഞാൻ പാർട്ടി പ്രവർത്തനത്തിനൊക്കെ പോവുമായിരുന്നു. ചുമലക്കൊടി കാണുമ്പോൾ നമ്മുടെ ബ്ലഡിൽ കൂടെ ഒരു സാധനം കൊണ്ട് അരച്ച് കയറും. അന്ന് മുതൽ ഇവരെ അറ്റാക്ക് ചെയ്യാനുള്ള വേറെ തരത്തിലുള്ള ആൾക്കാരും മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടെ അണിയിൽ ചേരുമെന്നുള്ളതാണ്. എനിക്കത് അവരുടെ രാഷ്ട്രീയം പബ്ലിക്കായിട്ട് പറഞ്ഞതിൽ വളരെ വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ. അവർ ഇടതുപക്ഷക്കാരിയാണെന്ന് പറയാനുള്ള ധൈര്യമെങ്കിലും കാണിച്ചു. അപ്പോൾ അത് അഭിമാനം അല്ലെങ്കിൽ അഭിനന്ദനം അർഹിക്കുന്നൊരു കാര്യമാണ് അല്ലേ? നിങ്ങളിൽ പല ആൾക്കാരും ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കകത്തുള്ളവരുണ്ടാവും. കോൺഗ്രസ്സിലുണ്ടാവും, കമ്മ്യൂണിസ്റ്റിനകത്തുണ്ടാവും, BJPയിലുണ്ടാവും, പിന്നെ നമ്മുടെ മറ്റിതര പോഷക സംഘടനകളിലുള്ള ആൾക്കാരുണ്ടാവാം. ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ. ഞാൻ പ്രധാനപ്പെട്ട 3 പാർട്ടിയുടെ പേരാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അതിനകത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവാം. അതുപോലൊപ്പം തന്നെ അവരുടെ രാഷ്ട്രീയം പറയുന്നു. അത് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ അത് സെൻസിൽ മാത്രം നിങ്ങൾ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ചേരിതിരിഞ്ഞ് ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ പേരിലും വിമർശനങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതെ, ഞാൻ അതാണ് തന്നെ ഓപ്പണായിട്ട് ഞാൻ സംസാരിക്കുന്നത്. എനിക്കത് മറച്ചു വെച്ചിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. ചിലപ്പം ചിലവര് ഉള്ളില് പാർട്ടി ഉണ്ടെങ്കിലും അത് പറയാതെ ആൾക്കാർ കാണും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ കേരളം ചുവക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസ. ഞാൻ അതിന്റെ ഉദാഹരണം എന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജൊക്കെ, നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജൊക്കെ ഒന്ന് കണ്ടു. ഞങ്ങളുടെയൊക്കെ കോട്ടയം മെഡിക്കൽ കോളേജൊക്കെ ഒന്ന് കണ്ടു നോക്കണം. കണ്ണാടി പോലെയൊക്കെ തിളങ്ങുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് സത്യമായിട്ടും എനിക്കൊന്ന് പാവങ്ങൾക്ക് വേണ്ടി കുറെയൊക്കെ നിലനിൽക്കും. പാട്ട് തന്നെയാണ് നമ്മുടെ എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ കണ്ടതും അനുഭവിച്ചതൊക്കെ അങ്ങനെയാണ്. ചുമന്നാലും എന്തായാലും എന്റെ വോട്ട്, എനിക്കൊരു വോട്ടുണ്ടെങ്കിൽ എന്റെ ഒരു വോട്ട് നമ്മുടെ പാർട്ടിക്ക് മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ. അങ്ങനെയാണ്. അതെ. സോ കേരളം ചുമക്കട്ടെ ആശംസിക്കുന്ന ലാൽസലാം. അല്ലേ? പല സെലിബ്രിറ്റീസിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരാരും മടിക്കുന്ന ഒരു ചോദ്യമാണ് പുള്ളിക്കാരത്തിയോട് ചോദിച്ചത് കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്നു. പക്ഷെ അത് അവർ പക്കയായിട്ട് പറഞ്ഞു. കാരണം ഈ ഒരു സംഭവം പറയാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മളൊരു പൊതുസമൂഹത്തിൽ ഒരു സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ആൾക്കാർക്ക് ചിലപ്പോൾ ചോദിക്കും ഇവളെയോ? സത്യം പറഞ്ഞാൽ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് ആൾക്കാർക്കറിയാം. നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഇടപെടുന്നുണ്ട് അറിയാം. നമ്മളൊക്കെ ഒരു പോസ്റ്റ് ഇട്ടാൽ എത്ര പേര് കാണും, രേണുസുതി ഒരു പോസ്റ്റ് ഇട്ടാൽ എത്ര പേര് കാണും. അതാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതിന് വ്യത്യാസം. പോട്ടെ. അപ്പം അവർ പറഞ്ഞു, അവരുടെ രാഷ്ട്രീയം പറഞ്ഞു. അത് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ചോദിക്കുന്ന സമയത്ത് വേണമെങ്കിൽ പറയാം, അല്ല എനിക്ക് രാഷ്ട്രീയമൊക്കെ ഉണ്ട്, എന്തായാലും നടക്കട്ടെ എന്ന് പറയാം. അതിനപ്പുറത്തേക്ക് ഈ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ ഭരിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്നത് പോലെയല്ല അവർ പറഞ്ഞത്. ഞാൻ ഇടതുപക്ഷക്കാരിയാണ്, ഞാൻ പാർട്ടിക്കാരിയാണ്, ഞാൻ അതിനെ കൊടുക്കുകയുള്ളൂ എന്നുള്ള വ്യക്തമായൊരു രാഷ്ട്രീയം അവർ പറയുന്നുണ്ട്. മറ്റുള്ളവർ പലരും ചെയ്യാത്ത കാര്യമാണ്. പക്ഷേ എനിക്കത് അപ്രീഷിയേറ്റ് ചെയ്യാനാണ് തോന്നുന്നത്. എന്തായിരുന്നാലും ഇലക്ഷനൊക്കെ വരുന്ന ഒരു മുന്നോടിയായിട്ടൊക്കെ പലതും സംഭവിക്കുന്നു കേരളത്തിൽ. എല്ലാവരും വോട്ട് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരവസരമാണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഞാൻ ഇന്നതൊന്നും പറയുന്നില്ല. എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, നിങ്ങൾക്ക് പലർക്കും അറിയുകയും ചെയ്യാം. വോട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നല്ലൊരു ഭാവി നമ്മുടെ കേരളത്തിലുണ്ടാവട്ടെ. ഈ പുരോഗമനം, ഈ പുരോഗതി മുന്നോട്ടും നമ്മുടെ നാടിനുണ്ടാവട്ടെ. നമ്മുടെ നാട്ടിൽ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, മറ്റ് ഇതര മതത്തിലും വർഗത്തിലും ജാതിയിലും എല്ലാത്തിനും പെട്ട മനുഷ്യന്മാർ ഒരുപോലെ ഒരമ്മ പെറ്റ മക്കളെ പോലെ യാതൊരു തരത്തിലുള്ള ഭേദവും വർഗീയതയും ഒന്നുമില്ലാതെ ജീവിക്കട്ടെ. ഇതെനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വോട്ടുകൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി അടുത്ത വീഡിയോ. ബൈ.